നിംഹാൻസിൽ UG കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സൈറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് BSc നഴ്സിംഗ്, അനസ്തേഷ്യ, റേഡിയോളജി, ന്യൂറോഫിസിയോളജി കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് May 16 തൊട്ട്. അപ്പോൾ ഇതിന് മുന്നേ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ഈ എൻട്രൻസ് എക്സാമിൻ്റെ ബേസിലാണ്, മെറിറ്റിൻ്റെ ബേസിലാണ് സെലക്ഷൻ നടക്കുക. അപ്പോൾ ഇതിൻ്റെ സിലബസിൽ, ഈ എൻട്രൻസ് എക്സാമിൻ്റെ സിലബസിൽ എന്തൊക്കെ വരുമെന്ന് ഈ വീഡിയോയിൽ പറയാം. ഈ എക്സാമിന് 100 MCQs ആണ് ചോദിക്കുക. ഇത് 90 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള ഒരു ഓൺലൈൻ മോഡിലുള്ള ഒരു എക്സാമാണ്, ഓഫ്ലൈൻ അല്ല. ഇത് ടാബിലാണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ 100 MCQയിൽ നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് കമ്പൽസറി അല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. ഒരു മാർക്കാണ് നമ്മൾ ആൻസർ ശരിയാക്കിയാൽ നമുക്ക് കിട്ടുക. ഇനി ഒരെണ്ണം തെറ്റിയാൽ ആ കിട്ടിയ മാർക്കിൽ നിന്ന് 0.25 മാർക്സ് കുറയും. ഇത് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. പിന്നെ ഇത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നത്തെ മര്യാദയ്ക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊന്നും അവൈലബിൾ അല്ല. മുന്നേ എഴുതിയവരുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് എല്ലാവരും എഴുതുന്നത്. ഞാനിത് എഴുതിയതിൻ്റെ ബേസിലാണ് ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾ എഴുതിയ സമയത്ത് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്നായിരുന്നു. മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ബോട്ടണിയും സുവോളജി. അതിൽ തന്നെ സുവോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. +1, +2 ടെക്സ്റ്റ് ബുക്സ്, NCERT ടെക്സ്റ്റ് ബുക്സാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ അതിൽ തന്നെ 60% ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്നായിരിക്കും. ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ആണെങ്കിൽ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആയിരിക്കും ചോദിക്കുന്നത്. അതായത് ബേസിക് പ്രൊനൗൺസ്, പിന്നെ അഡ്ജക്റ്റീവ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ മാത്സ് ആണെങ്കിൽ അതും ബേസിക് ആയിട്ടുള്ള സബ്സ്ട്രാക്ഷൻസ്, ഡിവിഷൻസ്, കാൽക്കുലേഷനൊക്കെ ചോദിക്കും. പിന്നെ ഇതല്ലാണ്ട് ജനറൽ ഇൻ്റലിജൻസ് ചോദിക്കും. അതായത് ഇപ്പോൾ ഒരു കുട്ടി വരിയിൽ നിൽക്കാമെന്നാണെങ്കിൽ ആ വരിയിൽ എത്ര കുട്ടികളുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അത് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻസ് ടഫാണെങ്കിൽ തന്നെ 60% ക്വസ്റ്റ്യൻസും ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കിയുള്ളതായിരിക്കും പാട്. ഇനി ബയോളജിയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി ഒക്കെയാണ്. പിന്നെ അതല്ലാതെ ഫാദർ ഓഫ് ഇന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഫാദർ ഓഫ് ജെനറ്റിക്സ്, ഫാദർ ഓഫ് സർജറി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കണം. പിന്നെ സെൽ സ്ട്രക്ചർ, പിന്നെ ഇതിലൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത് ബോട്ടണി വരും, എന്നാലും കുറവായിരിക്കും സുവോളജിനേക്കാളും. പിന്നെ മെയിനായിട്ട് NCERT ടെക്സ്റ്റ് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണെങ്കിൽ നോക്കുക. അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കറണ്ട് അഫെയർസ് നോക്കുക. നമ്മൾ എക്സാം എഴുതിയ സമയത്ത് ആരാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് എന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, ലോജിക്കൽ റീസണിങ് പഠിക്കും.